സർ, ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ന്യൂക്ലിയർ ഫാമിലീസിലൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തന്നെ നിൽക്കാൻ തന്നെ മെയിൻ ഒരു റീസൺ അവർ തമ്മിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല, കാരണം വേറെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് ഒന്നും ഇല്ല. അങ്ങനെയാണ് പൊതുവെ പറയാറ്, അവർക്ക് തമ്മിൽ സ്നേഹക്കൂടുതലായിരിക്കുമെന്ന്. പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് കണ്ടുവരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ തന്നെ ആയിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുകയും വേറെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പം മാത്രം ഇവർക്കൊരു സ്നേഹക്കൂടുതൽ കാണുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ കാണുന്നുണ്ട്. സാറിന് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ സാറിന് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതിനെ പറ്റി അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇത് സാധാരണ രീതിയിൽ പല വീടുകളിലും കാണുന്നൊരു കാര്യമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും മാത്രമുള്ളപ്പം വൈഫ് ഭയങ്കരമായിട്ട് ഹസ്ബൻഡിന് നേരെ ഷൗട്ട് ചെയ്യും, പറയാവുന്ന ചീത്തകളൊക്കെ വിളിക്കും. പക്ഷേ ഹസ്ബൻഡിൻ്റെ ആരെങ്കിലും റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. മക്കളെ കൊണ്ട് മിണ്ടിപ്പിക്കുന്നു, ഇവർ എന്താണ് തലമുടിയെ തഴുകുന്നു, അങ്ങനെ അങ്ങനെ ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും. ഇത് ചില ആണുങ്ങളുടെ കേസിൽ സംഭവിക്കാറുണ്ട്. ഹസ്ബൻഡും വൈഫും കൂടെ തമ്മിൽ വലിയ വഴക്കായിരിക്കും, ഹസ്ബൻഡ് ഭയങ്കര ഷൗട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊരു ശീലമാണ്. ഈ ശീലം എന്ന് പറയുന്നത് ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോട് ഷൗട്ട് ചെയ്യുക എന്നുള്ള ഒരു ശീലം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആരെങ്കിലും വന്നു കഴിയുമ്പം ഇതിനൊരു ഇവർക്കൊരു അവയർനെസ് ഉണ്ടാവുക, ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇതൊരു നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ കള്ളത്തരം എന്ന് പറയാം, അഭിനയം, ആ ഒരു ലെവലിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ശരിക്കും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. നോർമലി കൗൺസിലേഴ്സോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ അവയർനെസ് കൊടുക്കണം, നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ഒരു പാറ്റേൺ, നിങ്ങളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടക്കും. അങ്ങനെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും.